കേട്ടോ മതി, കിഷൻ വിളിച്ചിരുന്നു തിരുവനന്തപുരത്തെ ദേവൂട്ടിയുടെ വീട്ടിൽ നിന്ന്. കിഷൻ ഇന്നെ തിരിച്ചു പോരും അച്ഛാ? ആ, ഇന്നെ തിരിച്ചു വരുമെന്ന് എനിക്ക് തോന്നുന്നു. ദേവൂട്ടി എന്തു പറയുന്നു? ദേവൂട്ടിയെ സംസാരിച്ചില്ലേ അച്ഛൻ? പിന്നെ സംസാരിക്കാതിരിക്കോ? അവള് നല്ല സന്തോഷത്തിലാണ് മോളെ. എല്ലാവർക്കും അവളെ അവിടെ വലിയ കാര്യമാണെന്ന്. അത് കേട്ടപ്പോഴാ എനിക്ക് സമാധാനായത്. അടുത്ത ആഴ്ച നമുക്കെല്ലാവർക്കും കൂടി അങ്ങോട്ടൊന്ന് പോണം മോളെ. എന്തു കാര്യത്തിന്? മോളുടെ സന്തോഷം കാണാൻ പോവാതെ ഈ വീട്ടിലെ സങ്കടാവസ്ഥ ആദ്യം ഒന്ന് മാറ്റാൻ നോക്ക്. ആ ഗഗന് പണം കൊടുത്തില്ലെങ്കിലേ ഇവളുടെ ജീവിത കുട്ടിച്ചോറാവും പോന്നെ. അച്ഛാ, തറവാട്ടമ്മ ആഭരണങ്ങൾ മുഴുവൻ എന്റെ കല്യാണത്തിന് എടുത്തോളം പറഞ്ഞിരിക്കുവോ? അങ്ങനെ പറഞ്ഞോ? അത് കല്യാണത്തിന് മാത്രമേ എടുക്കാവൂന്ന അവര് പറഞ്ഞു. പക്ഷേ അതിന്ന് കുറച്ചെടുത്ത് നമുക്കങ്ങ് വിൽക്കാം. എന്നിട്ട് ആ ഗഗന്റെ കയ്യിൽ നിന്ന് കടവായിട്ട് വാങ്ങിയതൊക്കെ തിരിച്ചു വീട്ടാം. അത് വിൽക്കാനോ? പാടില്ല എന്തുമതി. വിശേഷിച്ചും അവരങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക്. അമ്മേ, നമുക്കത് വിൽക്കണ്ട, പണയം വയ്ക്കാം. എന്നിട്ട് ആ പണയം നമ്മളെങ്ങനെ തിരിച്ചെടുക്കും? കോടീശ്വരിയായ നിന്റെ ചേച്ചി സഹായിക്കോ?